ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് ആയുധത്തിന്റെ പിൻബലത്തിലല്ല, ബലം ഉപയോഗിച്ചുകൊണ്ടല്ല. അധികാരത്തിന്റെ 8 നൂറ്റാണ്ട് കാലത്തെ ആ അരമനയിൽ ഇരുന്നു കൊണ്ട് അടിച്ചമർത്തി ഇവിടെ ഇസ്ലാമീകരിച്ചിട്ടില്ല. പരിശുദ്ധ ഇസ്ലാം ഇവിടെ പടർന്നു പന്തലിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഏജൻസിയിൽപ്പെട്ട അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളിൽ ഇന്ത്യ രാജ്യത്തെ സുൽത്താനാണ് ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ. നമുക്കറിയാം, അശ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് ഖാജാ മുഈനുദ്ദീൻ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. ഇന്ത്യ രാജ്യത്ത് ക്ഷേമൈശ്വര്യ സമ്പൂർണമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനും നിലനിർത്തുന്നതിനും പാവപ്പെട്ടവരെ ഉദ്ധരിക്കുന്നതിനും പട്ടിണി പാവങ്ങൾക്ക് വയറു നിറയ്ക്കുന്നതിനും പരിശുദ്ധ ഇസ്ലാമിന്റെ സത്യം പറഞ്ഞു കൊടുക്കുന്നതിലും നിങ്ങൾ അവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആത്മീയ ലോകത്തിന്റെ ചക്രവർത്തിയായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് നിർദ്ദേശിച്ച് നിയമിച്ചതാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദിനെ. ആ നിയമിച്ചത് എന്ന ഭാഗം നമുക്ക് വ്യക്തമായി അറിയാം. വൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ തഫ്സീറുകളിൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആ നിയന്ത്രണ പാശം കയ്യിലുള്ളവരാണ്. അവരും ഈ നിയന്ത്രണത്തിന്റെ ഉത്തരവാദിത്തമുള്ളവരാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആണി അടിച്ച് നിർത്തിയിരിക്കുന്നത് പോലെ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ പാവപ്പെട്ട ജനങ്ങൾക്കും മറ്റ് അടിമകൾക്കുമെല്ലാം സൃഷ്ടികൾക്കുമെല്ലാം അനുഗ്രഹമായി നിർത്തിയിരിക്കുന്ന ആ ടീമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഔലിയാക്കളുടെ കിരീടം വെക്കാത്ത ചക്രവർത്തി, ഇന്ത്യയിലെ സുൽത്താൻ ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തായ സൗന്ദര്യം ഈ രാജ്യത്ത് പടർന്നതിലും അതുപോലെ തന്നെ എന്ത് നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും വളരെയധികം സന്തോഷിച്ച് ഖബറിൽ കിടന്നുകൊണ്ട് കാണുകയാണ്. അജ്മീറിലുള്ള പാവപ്പെട്ടവരുടെ ഒരു ചെമ്പുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അജ്മീറിൽ പോയവർക്കറിയാം. ആ ചെമ്പിൽ നിന്ന് ഒരു അക്ഷയപാത്രം പോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അത്താണിയായി പട്ടിണി നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെമ്പിലേക്ക് കടന്നു നിന്ന് വിളമ്പാൻ കാലുകൊള്ളാതെ തീച്ചൂള പോലെ തിളച്ചുമറിഞ്ഞ ആ പ്രത്യേക ഉജീനത്തിൽ കടന്നു നിൽക്കാൻ ഇന്നും മനുഷ്യന് കഴിയുന്നു എന്നത് അവിടുത്തെ ഒരു കറാമത്തായി നിലനിൽക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയാൽ എണ്ണിയാലൊടുങ്ങാത്ത കറാമത്തുകളുടെ കേദാരമായ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഇന്ത്യയിലെ സമുന്നത നേതൃത്വമായ സുൽത്താനുൽ ഹിന്ദിന്റെ റജബ് 6 എന്ന ഇന്നത്തെ ദിവസം രാജസ്ഥാന്റെ വഴികൾ മുഴുവൻ നിബിഡമായി അജ്മീർ ദർഗാ ഷരീഫിന്റെ കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന ആ ജനബാഹുല്യം കൊണ്ട് നിറയേണ്ട സമയത്ത് ഇപ്പോൾ ചില അസ്വസ്ഥതകളും അസുഖങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ട് കുറഞ്ഞ കുറവുകൾ വന്നാലേ ഉള്ളൂ. അല്ലാഹു തആല ഇപ്പോഴത്തെ പരീക്ഷണം നമ്മിൽ നിന്ന് ഉയർത്തി ലോകത്ത് നിന്ന് തന്നെ അല്ലാഹു അത് പിൻവലിച്ച് നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. പൊതുജനങ്ങൾ, ബഹുജനങ്ങൾ അവര് കൂട്ടം കൂട്ടമായി വരുന്ന ഒരു സാഹചര്യമോ സദസ്സോ അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഏതായാലും ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമുകളടക്കം മനസ്സിലാക്കേണ്ടത്, അജ്മീർ ശൈഖുന അടക്കമുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കളെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അറബി വ്യാകരണത്തിന്റെ നിയമങ്ങൾ അറിയുന്നവർക്കറിയാം, ഇത്ര ശക്തമായി പറഞ്ഞ വാക്കാണ് ഔലിയാക്കൾ മുത്തഖീങ്ങൾ മാത്രമാണ്.
തഖ്വയില്ലാതെ ഏതെങ്കിലും മരത്തിന്റെ മണ്ടയിൽ കയറി താഴേക്ക് വീണപ്പോ തൽക്കാലം നടുവൊടിഞ്ഞിട്ടില്ലെങ്കിൽ അതെന്റെ കറാമത്താണ് എന്ന് വിവരിക്കാനും അത്ഭുത സിദ്ധികൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഔലിയാക്കളുടെ സ്ഥാനം തട്ടിയെടുക്കാനും ശ്രമിക്കുന്ന സിദ്ധന്മാർ, വ്യാജന്മാർ, അവരെ കരുതിയിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഔലിയാക്കളായത് അള്ളാഹുവിനെ ശരിക്ക് അറിഞ്ഞതിന്റെ പേരിലാണ്. അല്ലാഹ് 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 എന്ന ചിന്ത അവരുടെ മനസ്സിൽ രൂഢമൂലമാകുകയും അവർക്ക് അള്ളാഹുവിനെ അല്ലാതെ പേടിയില്ലാതിരിക്കുകയും മഹാനായ ഉമർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ മഹാന്മാരെല്ലാം പറഞ്ഞു, ഒരു നിമിഷം എന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹ് എന്ന ചിന്ത മാറി നിന്നാൽ ആ സമയത്ത് ഞാൻ മുർത്തദാണ് എന്ന് ഞാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അവരെപ്പോഴും അള്ളാഹുവിനെ മാത്രം പരിഗണിച്ചവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിക്കുന്നതൊക്കെ ഈ ലോകത്ത് വരും. കൊറോണ വൈറസ് വന്നപ്പോ, COVID-19 വന്നപ്പോ ആ സമയത്ത് ബേജാറായി എന്തു ചെയ്യുമെന്നറിയാതെ ഉള്ള ഇബാദത്തുകൾ കൂടി മുടക്കിയിട്ട് മനുഷ്യൻ ഇരിക്കേണ്ടവരല്ല. പള്ളികളിൽ അതുപോലെ പൊതുസ്ഥലങ്ങളിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളിൽ അതിന്റെ കൃത്യതകൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ അവന് പരിശുദ്ധ ഇസ്ലാമിന്റെ വിശാലമായ പ്രപഞ്ചം, ജുമുഅക്ക് പോകാതെ നിവൃത്തിയില്ല, നിർബന്ധമായൊരു അമലാണ്. പക്ഷേ അതിന് ഉദ്ർ നിശ്ചയിച്ച സ്ഥലത്ത് COVID-19 പോലെയുള്ള പ്രതിസന്ധി വരുമ്പോ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മുടക്കം വരുമ്പോ ആ സമയത്ത് ചെയ്യാനുള്ള നടപടി അവിടെ വളരെ വ്യക്തമായി മഹാന്മാരായ ഫുഖഹാ നമുക്ക് 700-800 കൊല്ലങ്ങൾക്ക് മുമ്പ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ട് പോയി എങ്കിൽ അത് ചെറിയ കാര്യമല്ല. സഫിന്റെ ഇടയിൽ ഒരു വിടവുണ്ടായാൽ അവിടെ ശൈത്താൻ നിൽക്കുമെന്നല്ലേ പറഞ്ഞു ഉസ്താദെ? ഇപ്പൊ എന്താ കോവിഡ് ആയപ്പോ അതൊന്നും ഇല്ലേ? അവിടെയാണ് ഇസ്ലാമിന്റെ വിശാലത. ഇസ്ലാമിന്റെ വിശാലത അവിടെയാണ്. അതേസമയം ഞെരുക്കി പിടിച്ച നിയമങ്ങൾക്ക് നടുവിൽ മനുഷ്യന് വാസ്യമാകാത്ത, വിശാലമാകാത്ത, അവന് ചെയ്യാൻ പ്രായോഗികമാകാത്ത കുറെ നിയമങ്ങൾ കൊണ്ട് ചീട്ടുകൊട്ടാരത്തിനകത്ത് മയക്കി കിടത്തി നല്ലത് നല്ലതെന്ന് മാർദ്ദവമുള്ള സ്ഥലത്ത് തടവിക്കൊടുക്കുന്ന ഏർപ്പാടല്ല അള്ളാഹുവിന്റെ മതമായ പരിശുദ്ധ ഇസ്ലാം ഇവിടെ ചെയ്യുന്നത്. ഇസ്ലാമിൽ പരിശുദ്ധമായ ഇസ്ലാം തനിച്ച ഹറാം എന്ന് പ്രഖ്യാപിച്ച് ഖുർആൻ നസ്സായി ഉദ്ധരിച്ചതാണ്. കള്ള് ഹറാമാണ്, കള്ള് കുടിക്കൽ ഹറാമാണ്, ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതേസമയം വിശ്വസ്തരായ ഒരു സംഘം ഡോക്ടർമാർ ഇയാൾ ആൽക്കഹോൾ കുടിച്ചില്ലെങ്കിൽ, ഇയാൾ കള്ള് കുടിച്ചില്ലെങ്കിൽ ഇയാൾക്ക് ഈ രോഗം ശിഫയാവുകയില്ലെന്ന് തീർത്ത് വിധിയെഴുതിയാൽ അവിടെ വറഹ്, കള്ളു കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ രോഗം വന്ന് മരിക്കുമെങ്കിൽ മരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന മഹാന്മാരായ സൂഫികളെ നമുക്ക് കാണാം. ആ പാതയ്ക്ക് സൗന്ദര്യം ഒട്ടും കുറവില്ല. പക്ഷേ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ പ്രായോഗിക നിയമം അയാൾക്ക് ആ സമയത്ത് കള്ള് ഹലാലാണെന്നാണ്. കാരണം അയാൾക്കുള്ള ഹറാമിന്റെ പരിധി, അയാളുടെ ജീവൻ നിലനിർത്താൻ ഇത് അനിവാര്യമാണെന്ന് വിശ്വസ്തരും വിദഗ്ധരുമായ ഡോക്ടർമാർ ഒരുമിച്ച് വിധിയെഴുതുമ്പോൾ അയാൾക്കത് അനുവദിക്കപ്പെട്ട സ്വത്തായി മാറുകയാണ്. അപ്പൊ ഇത് ഈ സമയത്ത് കാണുമ്പോൾ ഒരാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല പരിശുദ്ധ ഇസ്ലാമിനെ. അപ്പൊ ഇസ്ലാം മനുഷ്യന് പ്രായോഗികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരച്ചടക്ക വ്യവസ്ഥിതിയാണ്. ഒരു പ്രപഞ്ചത്തിന്റെ ശരിയായ ആ ജീവിത വ്യവസ്ഥിതിയും മതവുമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീൻ സൃഷ്ടാവായ അള്ളാഹു സ്ഥാപിച്ചത് കൊണ്ട് മനുഷ്യന് വരാവുന്ന സർവ്വ സംവിധാനങ്ങളും സർവ്വ പോരായ്മകളും അള്ളാഹുവിന് അറിയാവുന്നത് കൊണ്ട് ആ വിഷയങ്ങൾ മുഴുവൻ വ്യക്തമായി രേഖപ്പെടുത്താനും എല്ലാത്തിനും പരിഹാരം കാണാനും അള്ളാഹുവിന്റെ മതത്തിന് കഴിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ വരില്ല എന്നുറപ്പിച്ച മഹാന്മാർ അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിലേക്ക് കടക്കുക പോലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് അവരുടെ ഖൽബിൽ എപ്പോഴും ഉള്ളത്. ഈ ഒരവസ്ഥയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കുള്ളത്. അല്ലാതെ അത്ഭുതങ്ങൾ കാണിക്കുക എന്നത് ഒരു മാനദണ്ഡമല്ല. അത്ഭുതങ്ങൾ, കറാമത്തുകൾ, ഖവാരിഖുൽ ആദാത്ത്,
അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൊടുക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അവരുടെ യഥാർത്ഥ റൂട്ടിൽ അവർ പോകുമ്പോ ചില ഔലിയാക്കൾ കറാമത്ത് ചീരയെ ലാഹിറാക്കുകയില്ല. എന്നാ ലാഹിറാകാതെ അങ്ങനെ കറാമത്തുകളൊന്നും മനുഷ്യ വ്യൂഹത്തിനിടയിൽ കാണിക്കാതെ പോയ ഒരുപാട് ഔലിയാക്കളുണ്ട്. അവരും സ്ഥാനമുള്ളവർ തന്നെയാണ്, അല്ലാതെ പറക്കുന്നതെല്ലാം ഔലിയാക്കളല്ല. അങ്ങനെയാണെങ്കിൽ ഈച്ചയും കൊതുകുമൊക്കെ ഔലിയാക്കളായി മാറേണ്ടി വരും. ഇനി വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ നനയാത്തതൊക്കെ ഔലിയാക്കളാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഡോൾഫിന് റളിയല്ലാഹു അൻഹു പറയേണ്ടി വരും. അതൊന്നുമില്ല. അതേസമയം ആ മഹാന്മാർക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്നത് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകമായ ഒരു ഔദാര്യമാണ്, അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നമായി വരുന്നതാണ്. അല്ലാതെ അത് ഔലിയാത്തിന്റെ മാനദണ്ഡമല്ല. മാജിക്കുകൾ ഇവിടെ ഉണ്ടാകാം, ചെപ്പടി വിദ്യകൾ ഉണ്ടാകാം. നമ്മുടെ രക്തം കടക്കുന്ന സ്ഥലത്ത് മുഴുവൻ കടക്കാൻ അള്ളാഹു അനുവദിച്ച പിശാച് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്ക് ആരാധിക്കാത്തവരെ ഇട്ട് ഈ ലോകത്ത് കളിപ്പിച്ചേക്കാം. റാത്തീബ് ചൊല്ലി അതിന്റെ മാസ്മരികതയിൽ ഔലിയാക്കൾ മുമ്പ് കാലത്ത് വെച്ചിരുന്ന ആ ഒരു മഹത്തായ ശൈലി ആവിഷ്കരിച്ചുകൊണ്ട് ഒരാൾ മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് കൂടാൻ ഖലീഫയാകുന്ന സാധാരണക്കാരൻ ആ കൊടുത്ത വിരുന്നുകളൊന്ന് ഊതി ഊതി ഒന്ന് തടവിയാൽ മതി, മുറിയടക്കം കൂടുകയാണ്. എന്നാൽ ഇത് ഇബ്ലീസിനും ചെയ്യാൻ കഴിയും. ഇങ്ങനത്തെ ചില ഒരു അത്ഭുതങ്ങൾ ചെപ്പടി വിദ്യകളാക്കി മാറ്റി അവർക്ക് ചെയ്യാൻ കഴിയും. അത് കണ്ടുകൊണ്ട് നമുക്ക് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കാൻ കഴിയില്ല. അതിനാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങളല്ലാതെ ഔലിയാക്കളില്ല. അങ്ങനെ ഔലിയാക്കളില്ല എന്ന് പറയുമ്പോൾ ആലിമീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളായി വരിക. ആ ഔലിയാക്കൾ അതിനേക്കാൾ വലിയൊരു ആലിമ് പ്രായോഗിക ശൈലിയിലുള്ളൊരു വിഷയം പറഞ്ഞാൽ ഈ ഔലിയ ഇനി പറയാനുള്ള മറുപടി രേഖപ്പെടുത്താനുള്ള ബാധ്യത ഈ വലിയനുണ്ട് എന്നാണ് ഖദർ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ സൂറത്തുൽ കഹ്ഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂസാ നബി അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും കൂടി ഒരു വിജ്ഞാന തീർത്ഥയാത്ര നടത്തുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഒന്ന് നമ്മൾ ദഅവത്ത് നടത്തുമ്പോ ആ ദഅവത്തിന് ക്വാളിഫൈഡ് ആണ് ഞാൻ എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു തുമാനീനത്തിന് പറഞ്ഞു, ഞാനായിരിക്കുമല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ. അഹങ്കാരം നടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് എനിക്കിത് എടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാനാണ്. ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുമല്ലോ എന്ന നിലക്ക് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ കലീമുല്ലാഹി മൂസ ഉറക്കെ പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, ഉറക്ക മുദ്രാവാക്യം വിളിക്കണം. മഹാനായ കലീമുല്ലാഹി മൂസ, അൽഹംദുലില്ലാഹ്, ഈ ഒച്ചയിൽ അവസാനം വരെ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, മൂസ അങ്ങനെ പറയരുത്, ഒരാളെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെയാണ് ഖദർ അലൈഹിസ്സലാമുമായി ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. ആ സംഘടിപ്പിക്കുന്ന യാത്രയിൽ നമുക്കറിയാം എന്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചു. അവരെ യാത്ര ചെയ്യിപ്പിച്ച കപ്പലിന്റെ അടിഭാഗത്ത് ദ്വാരമിട്ടു. അതുപോലെ കുറച്ചുകൂടി കഴിയുമ്പോൾ അതാ അവിടെ ഒരു കുഞ്ഞ് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ആ കുഞ്ഞിനെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. അല്പം കഴിഞ്ഞ് ഒരു സഹായവും വിശപ്പിനും ദാഹത്തിനും പരിഹാരം കാണാത്ത നാട്ടിൽ പോയി അവിടെ ഒരു മതില് കഠിനാധ്വാനം ചെയ്ത് കെട്ടിപ്പടുത്തു. ഇതൊക്കെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഡയറക്റ്റായി അത് അപ്രൂവ് ചെയ്യാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കൂടെ നടക്കാൻ പ്രയാസമാണ്. ഇല്ല, ഞാനത് സഹിച്ച് മനസ്സിലാക്കി നടന്നോളാം. ആവശ്യമില്ലാത്ത ഒന്നും ചോദിക്കരുതെന്ന് കൂടി എന്റെ മാനയിലുണ്ട്. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് സഹിക്കാൻ കഴിയുന്നില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, എന്തു പണിയായി ഇപ്പൊ കാണിച്ചത്? ആ പാവപ്പെട്ട കപ്പലുകാർ നമ്മളെ യാത്ര ചെയ്യിപ്പിച്ചപ്പോൾ ആ കപ്പലിന്റെ അടിഭാഗത്ത് എന്തിനാണ് ദ്വാരമിട്ടത്? ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ നിങ്ങൾക്ക് വരാൻ കഴിയില്ല. ഇല്ല, ഇനി മേലാൽ ആവർത്തിക്കില്ല. രണ്ടാമത്തെ സംഭവം നേരത്തെ പറഞ്ഞുണ്ടായപ്പോഴും അപ്പോഴും ചോദിച്ചു, മൂന്നാമതും ചോദിച്ചു, എന്നാ ഇവിടെ ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, ഇവിടെ വെച്ച് പിരിയാം നമുക്ക്. പക്ഷേ പിരിയാമെന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തിരിച്ചങ്ങ് വിടാൻ ഖദർ അലൈഹി ഇസ്ലാമിന് കഴിയില്ല.
ഖദർ അലൈഹിസ്സലാം നബിയാണെന്നും അഭിപ്രായമുണ്ട്. അതേസമയം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവെന്ന നിലക്കാണ് ആ വിജ്ഞാന തീർത്ഥയാത്ര സംഘടിപ്പിച്ചത്. ആ ഔലിയാക്കളിൽപ്പെട്ട ഔലിയാക്കളുടെ നേതാവായ ഖദർ അലൈഹിസ്സലാം അതിന്റെ വിശദീകരണം മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തിട്ടേ പിരിയാവൂ. തഫ്സീറുകളിലൊക്കെ പറയുന്നുണ്ട് അതിന്റെ വിശദീകരണം മൂസാ നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയിരിക്കണം. ചോദിച്ചത് കലീമുല്ലാഹിയായ അള്ളാഹുവിന്റെ പ്രവാചകരാണ്. ഔലിയാക്കളുടെ തർബിയത്ത് എന്ന് പറഞ്ഞാൽ ഇമാറത്തുൽ ഔലിയാ, ഔലിയാഇന്റെ ലീഡർഷിപ്പ്, അത് ബാത്തിനിയാക്കൾ എന്ന ഒരു വാദം വാദിക്കുന്നവരുണ്ട്. അവരല്ല, പക്ഷേ ബാത്തിനായ ശുദ്ധീകരണമാണ് ഔലിയാക്കളുടെ ഇമാറത്ത്. ആ ഇമാറത്തല്ല നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്ത്, നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത്, ഇസ്ലാമിക ദഅവാ രംഗത്ത് നമുക്ക് വേണ്ട ഇമാറത്ത് ഏതാ? ഇമാറത്തുൽ ഔലിയ അല്ല, ഇമാറത്തുൽ ഖുതബാ, പ്രസംഗകരുടെ ഇമാറത്തുമല്ല. ഞാനിപ്പോ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, ഉസ്താദുമാരെല്ലാം ഇവിടെ ഇരിക്കുന്നു. ആ സമയത്ത് പ്രസംഗിക്കുന്ന എനിക്കൊരു ലീഡർഷിപ്പ് ഉണ്ട് ഇവിടെ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ വികാരഭരിതമായി പ്രസംഗിച്ച് അപകടകരമായ അവസ്ഥയിൽ ഇവിടെ ഒരു ആഹ്വാനം നടത്തിയാലും ചിലപ്പോൾ ചിന്തിക്കാതെ നിങ്ങൾ പ്രവർത്തിച്ചെന്നിരിക്കും. ഞാനൊരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരുമ്പോൾ അയാൾ ആള് ശരിയല്ല, കള്ളനാണ്, അയാളെ എടുത്ത് ദൂരെ കളയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവിടുന്ന് 4 പേർ പൊക്കിയെടുത്ത് അയാളെ പുറത്തു കൊണ്ടുപോയി കളയും. കാരണം അത്രത്തോളം ഈ സദസ്സ് എന്റെ കയ്യിലാണുള്ളത്. ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇമാറത്തുൽ ഖുതബാ ആണ്. പക്ഷേ ഞാൻ എന്റെ പ്രസംഗം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇമാറത്തിന് ആയുസില്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യൂല എന്നല്ല, ആ ഇമാറത്തിന്റെ ആന്തരികമായ പ്രായോഗിക വശം ഉൾക്കൊള്ളുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ ഒരിക്കൽ സൗദി അറേബ്യയിൽ ഒരു ഉൾപ്രദേശത്ത് ചെന്നപ്പോൾ ഒരു സഹോദരൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച കരഞ്ഞു. അയാൾ എന്നെ വിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദ്, ഞാൻ സർവ്വ ഹറാമിന്റെയും കാസറ്റുകൾ വെച്ച് വിൽക്കുന്ന ആളായിരുന്നു. എനിക്ക് ഒരു ദിവസം നിങ്ങളുടെ മരണം എന്നൊരു കാസറ്റ് ഞാൻ കേട്ടു. പണ്ട് ഓല കാസറ്റുള്ള സമയം, മറ്റേ ടേപ്പ്, അതുള്ള സമയത്ത് മർക്കസിലൂടെയോ പ്രസംഗിച്ചൊരു പ്രസംഗം. അയാൾക്ക് അല്ലാഹു തആല അന്നേരം നമ്മുടെ പ്രസംഗം സബബായി എന്നതേ ഉള്ളൂ അദ്ദേഹത്തിന് നല്ലൊരു ചേഞ്ച് കൊടുത്തു. അദ്ദേഹം ഈ പ്രസംഗം കേട്ടതിന് ശേഷം കാസറ്റുകൾ എവിടുന്നൊക്കെയോ മേടിച്ച് എല്ലാ ഉസ്താദുമാരുടെയും കേൾക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ആ ഒരൊറ്റ എഫക്റ്റിൽ കയ്യിലുള്ള സർവ്വ ഹറാമായ കാസറ്റുകളും എടുത്ത് ദൂരെ കളഞ്ഞ് ഇസ്ലാമിക ചൈതന്യമുള്ള ഒരു ദഅവാ പ്രവർത്തനത്തിലേക്ക് മനസ്സു മാറി. ഞാൻ ചെന്ന പ്രവിശ്യയിൽ അദ്ദേഹം ഇപ്പോൾ ICF-ന്റെ ജനറൽ സെക്രട്ടറിയാണ്. അയാൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. നമുക്കറിയില്ല, മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളൊക്കെ പോയ വഴി മുഴുവൻ മുത്താക്കിയവരാണ്. നമ്മൾ നടന്നുപോയത് യോഗ്യതയില്ലാത്തവരാണ്, അവരുടെ പിറകിലാണ്. ആ ബർക്കത്ത് കൊണ്ട് ആരൊക്കെയോ നന്നായിട്ടുണ്ടാവും. അത് കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. അല്ലാഹു തആല കബൂലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ആ പ്രസംഗത്തിന്റെ ആരും അനുസരിക്കില്ലെന്നോ ഒരെഫക്റ്റും കിട്ടുകയില്ലെന്നോ അല്ല. പക്ഷെ ഇമാറത്തുൽ ഖുതബാ ഇതിനൊരു ആയുസ്സിന്റെ കുറവുണ്ട്. വേറൊരു ഇമാറത്താണ് ഇമാറത്തുൽ മുലൂക്ക്, രാജാക്കന്മാരുടെ ലീഡർഷിപ്പ്. ആ രാജാക്കന്മാർ അവരുടെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് നിയമം പാസാക്കിയാൽ ആ സെക്കൻഡിൽ നടപ്പിൽ വരികയാണ്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് മുഖ്യമന്ത്രി പറഞ്ഞാൽ പെട്ടെന്നൊന്നും ആളുകൾ കേൾക്കാൻ തയ്യാറാവൂല, അല്ലെങ്കിൽ സമരപ്പന്തല് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലുണ്ടാകും. പക്ഷേ രാജഭരണമുള്ള സമയത്ത് സൗദി അറേബ്യയിലൊക്കെ ഒരു നിയമം ഉണ്ടായാൽ ആ നിയമം പറഞ്ഞ അടുത്ത മണിക്കൂറിൽ ഫുൾ സ്റ്റോപ്പാണ്. ആ നിയമം അപ്പോഴേ നടപ്പിലാവുകയാണ്. അപ്പൊ ആ തരത്തിൽ രാജാക്കന്മാർക്ക് അവരുടെ പവർ ഉപയോഗിച്ച് ഒരു ലീഡർഷിപ്പിൽ ഒരു സമൂഹത്തെ നിയന്ത്രിക്കാനുള്ള അധികാരം കിട്ടും. പക്ഷേ ആ ലീഡർഷിപ്പിനും ശാശ്വതമായ നിലനിൽപ്പില്ല. നമ്മുടെ സംഘടനാ രംഗത്ത്, പ്രാസ്ഥാനിക രംഗത്ത് ആ ലീഡർഷിപ്പ് അല്ല റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ ഏത് ലീഡർഷിപ്പാ? ഇമാറത്തുൽ അംബിയാ വൽ മുർസലീൻ, അംബിയാ മുർസലികളുടെ ഇമാറത്താണ്. അപ്പൊ ഞാനിപ്പോ 4 ഇമാറത്തിനെ കുറിച്ച് പറഞ്ഞു. ഇമാറത്തുൽ മുലൂക്ക്, ഇമാറത്തുൽ ഖുതബാ, ഇമാറത്തുൽ ഔലിയാ, ഇമാറത്തുൽ അംബിയാ വൽ മുർസലീൻ. അതിൽ അംബിയാ മുർസലികളുടെ ഇമാറത്താണ് നാം ഫോളോ ചെയ്യേണ്ടത്. ആന്തരികമായും ബാഹ്യമായും
മനുഷ്യനെ നന്നാക്കിയെടുക്കുക. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പവർ എവിടെയാണ്? ആ മൂസാ നബിക്ക് പിടികിട്ടാത്ത ഈ വിഷയങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത ഖദർ അലൈഹി ഇസ്ലാമിനുണ്ട്. ഖദർ അലൈഹി ഇസ്ലാം വിശദീകരിച്ചു കൊടുത്തു എന്തുകൊണ്ടാണ് കപ്പലിൽ യാത്ര ചെയ്തപ്പോൾ അടിത്തട്ട് പൊളിച്ചത്. ഒരു ന്യൂനതയുമില്ലാത്ത കപ്പലിനെ കവർച്ചക്കാർ പിടിക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത് എന്തിനാണ് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്? അതൊരു നിഷിദ്ധമായ കാര്യമല്ലേ ചെയ്തത്? പാവപ്പെട്ട ഈ കുട്ടിയെ എന്തിനാ കഴുത്ത് ചരിച്ച് കൊന്നുകളഞ്ഞത്? ആ സമയത്ത് പറഞ്ഞു وكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. ഈ കുഞ്ഞിന്റെ ബാഹ്യ ചേഷ്ടയിൽ പ്രായത്തിന്റെ കുറവിന്റെ നിഷ്കളങ്കതയുണ്ടെങ്കിലും ആ കുഞ്ഞിന്റെ ജിനോം പ്രോജക്റ്റ് എന്റെ മുമ്പിൽ തെളിയിക്കപ്പെട്ടു. ആ ജിനോം കോഡും ജിനോം മാപ്പും ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നല്ല മുഅ്മിനീങ്ങളാണ്. അവർ വഴികേടിലും സത്യനിഷേധത്തിലുമാകാൻ ഈ കുട്ടി കാരണമാകും. ഇതിന്റെ ജീനുകളെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന് സംശയം തീർന്നില്ല. അങ്ങനെയാണെങ്കിലും ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞാൽ ഈ മാതാപിതാക്കൾക്ക് വലിയ വിഷമമുണ്ടാകില്ലേ? അപ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഖദർ അലൈഹി ഇസ്ലാം പറയുന്നു ഫറദിനാ അയ്യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റുഹ്മാ. ഈ കുട്ടി ഈ കുട്ടിയെ കാരണമായി ഉണ്ടാകുന്ന ആ നഷ്ടം എന്ന് പറയുന്നത് ഇവര് വഴികേടിലായി നരകത്തിൽ പോകുന്ന ശാശ്വത നഷ്ടത്തെക്കാൾ ചെറുതാണ്. മാത്രമല്ല അതിനൊരു പരിഹാരം കൂടി നമ്മൾ നിർദ്ദേശിക്കുന്നു. നാം ഉദ്ദേശിച്ചു അയ്യുബ്ദിലഹുമാ റബ്ബുഹുമാ, അവരുടെ റബ്ബ് അവർക്ക് പകരം കൊടുക്കാൻ നാം ഉദ്ദേശിച്ചു. അത് ഉദ്ദേശിക്കാനുള്ള പവർ ഖദർ അലൈഹി ഇസ്ലാമിനുണ്ട്. കാരണം അല്ലാഹു തആല അങ്ങനത്തെ ഒരു ഔദാര്യം ഈ ഔലിയാക്കൾക്ക് അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ആധികാരികമായി പറയുന്നത്. അല്ലാതെ അള്ളാഹുവിന്റെ സ്ഥാനത്തെത്തിയത് കൊണ്ടല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അവൻ ഇഷ്ടമുള്ളതുപോലെ കൊടുക്കും. എന്നുടയേകൽ ഉടയവൻ തന്റേകൽ ആകന്ന് ചൊല്ലുകിൽ ആകുമതെന്നോവർ യാ മുഹിയദ്ദീനി. അങ്ങനെ ആ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇവിടെ ഖദർ അലൈഹി ഇസ്ലാം പറയുന്നു ഫറദനാ അയ്യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റുഹ്മാ. അടുത്ത് പ്രസവിക്കപ്പെടുന്ന ഖൈറായ പരിശുദ്ധമായ ഒരു കുട്ടിയെ പകരം അല്ലാഹു കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചു. അതുകൊണ്ട് വിഷമിക്കാനില്ല. ആ ജിനോം ഡിക്ലറേഷന്റെ റിസൾട്ടും അന്ന് തന്നെ വന്നു. അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിനുള്ളിൽ തന്നെ വന്നു. കാരണം മഹാനായ ഖദർ അലൈഹി ഇസ്ലാമിന് അന്ന് തന്നെ പ്രയാസമുണ്ടായില്ല. ഇന്ന് സാറ്റലൈറ്റിലൂടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ മൊബൈൽ സെറ്റിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നുവെങ്കിൽ EVM മെഷീൻ ഒരു കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഏർപ്പാട് ബാലറ്റ് പേപ്പറാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. അമേരിക്കയിൽ ബാലറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ ട്രംപ് ഒരു പക്ഷേ അധികാരത്തിൽ നിന്ന് ഇറങ്ങൂലായിരുന്നു. എന്നാൽ EVM മെഷീൻ അടക്കമുള്ള സംവിധാനങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ തീരുമാനിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. എന്തിനധികം CBIയുടെ കേന്ദ്ര ഓഫീസിൽ ഈ അടുത്ത സമയത്ത് കേട്ട വിഷയമാണ്. കയ്യിലേക്ക് ഒരു മെഷീൻ ഘടിപ്പിച്ചാൽ, ഒരു ക്ലിപ്പ് ഘടിപ്പിച്ചാൽ ആ കൈ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്താൽ കമ്പ്യൂട്ടറിൽ ഒരു ലിപി വരും. ആ ലിപി പക്ഷേ ഇംഗ്ലീഷും ഹിന്ദിയും അറബിയും തമിഴും മലയാളവും ഒന്നുമല്ല. ആ ലിപി എങ്ങനെ ഗ്രാഹ്യമാക്കിയെടുക്കാം എന്നതിനെ കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, തുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും. ഇതൊക്കെ ആഖിറത്തിൽ ഒരു മെഷീന്റെയും സഹായമില്ലാതെ പടച്ചറപ്പ് നടത്തുമെന്ന് പറഞ്ഞതിന്റെ ആ ചെറിയ ഉപമകൾ ലോകത്ത് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു തആല പുരോഗതിയുടെ ആ പടവുകൾ ചവിട്ടിക്കറിയുന്ന മനുഷ്യന്റെ മുന്നിൽ കാണിക്കുകയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പ്രഖ്യാപിച്ചത് മുഴുവൻ പാസ്സായി, ജിനോം റിസൾട്ട് വന്നു. ഞാൻ പറഞ്ഞത് ഔലിയാക്കൾ എന്ത് വിഷയം ചെയ്താലും അതിന് വിശദീകരണം ചോദിക്കുന്ന അമ്പിയാക്കൾക്കും പിൽക്കാലത്ത് വരുന്ന അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ഉലമായിനും അതിന്റെ ബയാൻ കൊടുക്കാൻ കഴിവുള്ളവനാകണം. അല്ലാതെ ശരീഅത്തുമില്ല, ശരീഅത്തിന്റെ വിജ്ഞാനവുമില്ല. ആലിമീങ്ങൾ ചോദിച്ചാൽ അത് വിശദീകരിക്കാൻ പറ്റൂല. സംഘടനക്കാരായ ആലിമീങ്ങളൊക്കെ അവര് സ്വർഗത്തിന്റെ ആളുകളല്ല, അവര് സംഘടനയുടെ ആളുകളാണ്. ഞങ്ങൾ ഇങ്ങനെ ക്രോസ് കട്ടിലങ്ങ് സ്വർഗത്തിലെത്തിക്കാം. ഓട്ടോറിക്ഷക്കാരനെയും വിളിച്ചിട്ട് പറയുന്നു, കൈ പിടിച്ചിട്ട് വാ സ്വർഗത്തിൽ പോകാം. അവൻ തെറ്റിദ്ധരിച്ച് പിറകെ പോവുകയാണ്. ഇതല്ല തരീഖത്തും ഔലിയാഉം. അതിന് അവല് ചാക്ക് എന്നാ പറയുന്നത്. മഴയത്ത് വെച്ചാൽ നനഞ്ഞു പോകും. അത് ഔലിയ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായി മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് മനസ്സിലാക്കണം. ആ ഔലിയാക്കളെ മനസ്സിലാക്കി ഔലിയാക്കളെ ശരിക്കും ഉൾക്കൊണ്ട് അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട ജീവിതം ആ മഹാന്മാരുടെ പിറകിലായി അല്ലാഹ് അല്ലാഹ് എന്ന ചിന്തയോടെ മുന്നോട്ട് പോകണം. ശൈഖുനാ ഉമൈനല്ലൂർ അൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ ഈ നാട്ടിൽ കൊല്ലം ജില്ലയിൽ ജീവിച്ചിരുന്ന അള്ളാഹുവിന്റെ മഹത്തുക്കളിൽപ്പെട്ട വലിയൊരു സൂഫി വര്യനായിരുന്നു. മഹാനവർകൾ എപ്പോഴും മുതലാളിമാരടുത്ത് വരുമ്പോൾ പറയും, നിങ്ങൾക്ക് 1 കോടി രൂപയുടെ സ്വത്തുണ്ടാകും, പക്ഷെ 1.5 കോടിയുടെ കടമുണ്ടാകും. എന്നാൽ അതിനേക്കാളും വലിയ പണക്കാരനാണ് ഞാൻ, എനിക്ക് 5 പൈസയുടെ കടമില്ല. എന്റെ കയ്യിൽ ചിലപ്പോൾ എടുക്കാൻ ഇപ്പൊ 1000 രൂപ ഉണ്ടാവുള്ളൂ, പക്ഷെ എനിക്കൊരു പൈസ കടമില്ല. അതുകൊണ്ട് നീയല്ല മുതലാളി, ഞാനാണ് മുതലാളി. ബഹുമാനപ്പെട്ട ഉമൈനല്ലൂർ പാപ്പ പറയാറുണ്ട്, വരുന്ന ആളുകൾ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കാതെ സത്യം മാത്രം പറയാൻ ധൈര്യം കാണിച്ച മഹാന്മാരായിരുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കൾ. പക്ഷെ അവിടെയും പ്രബോധനത്തിന്റെ ഒരു ഹിക്മത്ത് അവർ പ്രയോഗിച്ചിരുന്നു. നമ്മളൊക്കെ ചെന്നാൽ രാവിലെ ഉറങ്ങിയിട്ടാണ് ചെന്നതെങ്കിൽ ചില മുസ്ലിയാക്കന്മാരുണ്ട്, രാവിലെ കിടന്ന് ഉറങ്ങും കളയും, നല്ല നഫീസായ വഖത്താണ്, അത് നഷ്ടപ്പെടുത്തി കളയും എന്ന് പറഞ്ഞ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് തർബിയത്ത് നൽകുക. അതാണ് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല മാർഗം. അല്ലാതെ ഈ ഇരിക്കുന്ന ഈ മുസ്ലിയാർ കുഴപ്പക്കാരനാണെന്ന് ഞാൻ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അയാൾക്കുള്ള കുഴപ്പം എന്താ? അയാൾ കണ്ണട ഇട്ടിരിക്കുന്നു, കണ്ണ് കാണാൻ ചെറിയ പ്രയാസമുണ്ടായിട്ട് കണ്ണട ഇട്ടിരിക്കുന്നു. പക്ഷേ എന്റെ കണ്ണട അതിന്റെ ഇരട്ടി പോയിന്റുള്ള കണ്ണടയാ. അപ്പൊ അയാളെക്കാൾ ആ വിഷയത്തിൽ കുഴപ്പക്കാരനാ ഞാൻ. പക്ഷേ അത് കാണാതെ നമ്മൾ മറ്റൊരാളെ ഡയറക്റ്റായി കുറ്റപ്പെടുത്തുകയാണ്. അത് ഒരിക്കലും നല്ല ഏർപ്പാടല്ല. അതേസമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളാരാ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട തന്നെ ഒരു മഹാൻ വരികയാണ്. നല്ല തിരക്കുള്ള ആളല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ബഗ്ദാദിയ മദ്രസയിൽ നല്ല തിരക്ക്, പൊതുജനങ്ങളുടെ മുഴുവൻ കാര്യത്തിലും ഇടപെടും, ഇബാദത്തിന് പക്ഷേ ഒരു ഭംഗവും വരുന്നില്ല. അസർ ഉസ്താദ് ശൈഖ് അവിടെ പോയി, പള്ളിയിലേക്ക് പോയി എന്ന വിവരം കേട്ടു. അങ്ങനെ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോ അതാ ഇരിക്കുന്നു പ്രൗഢിയുള്ള മുഖത്തോടെ ആ മഹാനായ ഗൗസുൽ ആദം തങ്ങള്. ഇത് കണ്ടപ്പോ തന്നെ ഈ വലിയന് വലിയ അത്ഭുതമായി. പടച്ചവനെ, ഇത്രയും തിരക്കുള്ള മനുഷ്യൻ ഈ കൃത്യസമയത്ത് പള്ളിയിൽ വന്ന് ഇബാദത്തിന് ഇരിക്കുകയാണല്ലോ. അങ്ങനെ ഇദ്ദേഹം അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഔറാദിലേക്ക് കടക്കാൻ പോകുന്ന ഗൗസുൽ ആദം തങ്ങള് ആ ഔറാദിന് മുമ്പ് തന്നെ ആഗതനായി വന്ന ആളിനെ പരിഗണിച്ചുകൊണ്ട് പിറകോട്ട് തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ കാണാൻ വന്നതല്ലേ? കണ്ടില്ലേ? സന്തോഷമാകട്ടെ, നിങ്ങൾക്ക് പോകാമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് ധൃതിയിൽ പള്ളിയിലേക്ക് കയറിയതിൻ്റെ ഇടയിൽ നിങ്ങൾ ഉദു എടുക്കാൻ മറന്നിട്ടാണ് അസ്ർ നിസ്കരിച്ചത്, ഉദു ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിസ്കാരം ഒന്നുകൂടി മടക്കി നിസ്കരിക്കണേ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ. അദ്ദേഹത്തിനും പിന്നെ ഔലിയാക്കളെ മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? തിരക്കിനിടയിൽ വന്നയാള് പെട്ടെന്ന് ഉദു എടുക്കുന്ന കാര്യം വിട്ടുപോയി.
ഈ ശൈഖിനെ കണ്ട അത്ഭുതത്തിൽ അങ്ങനെ കണ്ടു നിന്ന് ഇഖാമത്ത് കൊടുത്തപ്പോൾ നിസ്കരിക്കുകയും ചെയ്തു. പക്ഷേ നിസ്കരിച്ചെത്തിയ ഉടനെ ശൈഖ് അവർകൾ തിരിച്ചിട്ട് പറയുന്നു, അതാണ് ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാദിറൂന. സാധാരണക്കാർക്ക് ഗോചരമാകാത്ത കാര്യങ്ങൾ ഔലിയാക്കളുടെ ഹൃദയത്തിലുള്ള കണ്ണുകൾക്ക് ബോധ്യപ്പെടും മക്കളെ. അതുകൊണ്ട് ഔലിയാഇനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബിദ്അത്തുകാരായ പുത്തനാശയക്കാരായ ആളുകൾ പരിഷ്കാരത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ മാത്രമല്ല, അമ്പിയാക്കളെ മാത്രമല്ല, അള്ളാഹുവിനെ തന്നെ നിഷേധിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പൊ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ഔലിയാക്കളുണ്ടല്ലോ, അവരാണ് നമ്മുടെ ഏറ്റവും വലിയ പിടിവള്ളി. കര കാണാത്ത കടലിൽ തുരുത്തുകളായി വന്നവരാണ് ഔലിയാക്കൾ. ഔലിയാക്കൾ മുസ്ലിങ്ങൾക്ക് മാത്രം അവലംബമല്ല. അന്നാസാഗറിലെ ജലം മഹാനായ സുൽത്താനുൽ ഹിന്ദ് വിതരണം ചെയ്തത് മുസ്ലിംകൾക്ക് മാത്രമല്ല, സർവജനങ്ങൾക്കും സമസൃഷ്ടികൾ ഉപയോഗിക്കാൻ അന്നാസാഗർ പുനഃസൃഷ്ടിക്ക് കാരണമായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങൾ സർവ മനുഷ്യരെയും ഇഷ്ടപ്പെട്ടയാളാണ്. മമ്പുറം തങ്ങളുടെ അടുക്കിലേക്ക് വരുന്നവരിൽ മുസ്ലിങ്ങൾ മാത്രമല്ല സർവാളുകളും വരുന്നുണ്ട്. പെരിങ്ങത്തൂരിലെ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അടുക്കൽ ഒരിക്കൽ ഹൈന്ദവ സമുദായത്തിലെ മുതിർന്ന ആളുകൾ വന്നിട്ട് പറഞ്ഞു, തങ്ങൾ ഈ നാട് വിട്ട് പൊന്നാനിക്ക് പോകുന്നു എന്ന് കേട്ടു. പൊന്നാനിക്ക് പോകല്ല തങ്ങളെ, തങ്ങൾക്ക് ആരാധന നിർവഹിക്കാൻ പള്ളിയിൽ നിന്ന കാരണത്താലാണ് പൊന്നാനിയിലെ മഖ്ദൂം തങ്ങളുടെ പള്ളിയിലേക്ക് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഈ ഇവിടെ പെരിങ്ങത്തൂരിലെ വലിയ ക്ഷേത്രമുണ്ടല്ലോ, അത് ഞങ്ങൾ നിങ്ങൾക്ക് പള്ളിയാക്കി തരാം. പരിസരത്തുള്ള ചെറിയ ക്ഷേത്രങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചോളാം പൂജയ്ക്ക് വേണ്ടി. ഈ ക്ഷേത്രം ഞങ്ങൾ വിട്ട് പള്ളിയാക്കി തരാം. നിങ്ങൾ അശുദ്ധമെന്ന് സങ്കല്പമില്ലെങ്കിൽ നിങ്ങൾ ഈ പള്ളിയാക്കി പരിവർത്തനം ചെയ്ത് ഉപയോഗിക്കണം. ബഹുമാനപ്പെട്ട ഖലീൽ റഹ്മാൻ തങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആക്കിത്തരാമെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി തങ്ങൾ പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ അതിന് മുതിരേണ്ടതില്ല. എന്താ മുതിരണ്ടാത്തത്? ഞാൻ നിങ്ങൾ ഈ പറയുന്ന സ്നേഹം ഉപയോഗിച്ച് പെരിങ്ങത്തൂരിലെ വലിയ ക്ഷേത്രം ഞാൻ പള്ളിയാക്കി മാറ്റി ആരാധന നിർവഹിച്ചാൽ എനിക്കൊരു തടസ്സവുമില്ല. പക്ഷേ ഭാവിയിലെങ്കിലും ഒരാൾ പറയാ ഞങ്ങളുടെ ക്ഷേത്രമായിരുന്നു പള്ളിയാക്കിയത്, അതുകൊണ്ട് തിരിച്ചു തരണമെന്ന് പറയുകയും മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഞങ്ങളുടെ ഔലിയാക്കളുടെ നേതാവ് ഔലിയാക്കളിൽപ്പെട്ട അലിയുൽ കൂഫി തങ്ങൾ നിസ്കരിച്ച പള്ളിയാണ്, അതുകൊണ്ട് ഞങ്ങൾ തരില്ല, വിട്ടുതരില്ലെന്ന് പറഞ്ഞ് പരസ്പരം കലഹമുണ്ടാകുന്നത് ഖബറിൽ കിടന്നു പോലും ഞാൻ സഹിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി അതിന് മറുപടി കൊടുത്ത് നാനാജാതി മതസ്ഥരായ ആളുകൾ മനുഷ്യത്വം എന്ന ഉന്നതമായ പദവി വെച്ച് സുഹൃവലയത്തിലാക്കപ്പെട്ട ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ടാക്കിയെടുത്തത് മഹാന്മാരായ ഔലിയാക്കളാണ്. പണ്ട് പുറത്തിയിലടങ്ങിയിരിക്കുന്ന ഷഹീദ് അവറുകൾ, അവര് പുറത്തിയിൽ നിന്ന് വരികയാണ്. കോഴിക്കോട് കടപ്പുറത്ത് പോർച്ചുഗീസുകാരുടെ കപ്പലിൽ പോർച്ചുഗീസുകാർ കോഴിക്കോട്ടെ ആളുകളെ ബന്ദികളാക്കിയിരിക്കുന്നു. വാഗൺ ട്രാജഡി പോലെ കപ്പലിൽ കയറ്റിയിട്ട് വായു പോലും കിട്ടാത്ത രീതിയിൽ അവരെ ഞെക്കിക്കൊല്ലുകയാണ്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് മഹാനവറുകൾ വരുമ്പോൾ വഴിയിൽ വെച്ച് മുണ്ടയാടൻ, അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനാണ്. അദ്ദേഹം വളരെ ദൂരെ നിന്നുകൊണ്ട് ചോദിച്ചു, ഈ നാട്ടിലെ ചാതുർവർണ്ണ്യത്തിന്റെ പ്രത്യേക സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രഭോ അവിടുന്ന് എങ്ങോട്ട് പോവുകയാണ്? ഞാൻ പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടുകാരെ ആക്രമിച്ച് കീഴടക്കിയിരിക്കുന്നു, അതിൽ നിന്ന് മോചിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഞാനും വരട്ടെ? വന്നോളൂ,
അങ്ങനെ രണ്ടുപേരും കൂടി പോയി. പോർച്ചുഗീസുകാർ പ്രതീക്ഷിക്കാത്ത സമയത്ത് കള്ളുകുടിച്ച് മത്ത് പിടിച്ച് കിടക്കുമ്പോൾ എമർജൻസി അറ്റാക്ക് ചെയ്ത് എന്തു ചെയ്തു? ഇവരെ രക്ഷപ്പെടുത്തി. കുറെ ആളുകളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പോർച്ചുഗീസുകാർ ഉണർന്നു, ഇവർ രണ്ടുപേരെയും കൊന്നുകളഞ്ഞു. അങ്ങനെ പെട്ടെന്ന് കോഴിക്കോടിന്റെ തുറമുഖത്തിന്റെ 4 ഭാഗവും വിവരങ്ങൾ അറിഞ്ഞു. മുസ്ലിങ്ങൾ ഓടിക്കൂടി മഹാനായ മൂസാക്കുട്ടി ഷഹീദ് റളിയല്ലാഹു തആല അൻഹുവിനെ എടുക്കാൻ വേണ്ടി. അങ്ങനെ ജനാസ എടുത്ത് വെച്ചപ്പോൾ ആ മയ്യത്ത് കട്ടിൽ ഉയർത്താൻ കഴിയുന്നില്ല. വാണിദാസ് ഇളയാവൂർ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ NSSന്റെ മുഖപത്രത്തിൽ എഴുതുകയുണ്ടായി. വാണിദാസ് പറയുന്നു, ഈ ജനാസ കട്ടിൽ ഉയരുന്നില്ല. ഒരശരീരി കേട്ടു, എന്റെ കൂടെ വന്ന സുഹൃത്ത് മുണ്ടയാടനെ അവർക്ക് വിട്ടുകൊടുത്ത് വലിച്ചു കീറാൻ കൊടുത്തിട്ട് എന്നെ മാത്രം നിങ്ങൾ കൊണ്ടുപോവുകയാണോ? ചോദ്യം കേട്ട മാത്രയിൽ മുസ്ലിം പ്രമാണിമാർ തന്നെ അകത്തേക്ക് കയറി മുണ്ടയാടന്റെ ഡെഡ് ബോഡി എടുത്ത് അവരുടെ മതത്തിന്റെ ആളുകളെ ഏൽപ്പിച്ച ശേഷമാണ് മഞ്ചലിൽ കൊണ്ടുപോകുന്ന മാതിരി മഹാനവറുകളുടെ ജനാസയും ചുമന്ന് ആ പുറത്തിയിലേക്ക് ഇവിടുത്തെ നാട്ടുകാർ യാത്രയായത്. നോക്കൂ, അത്രയും വലിയ സൗഹൃദം ഈ നാട്ടിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ഇവിടെ ഔലിയാക്കളാണ് സ്ഥാപിച്ചത്. ഔലിയാക്കളെ നിഷേധിച്ചവർ ഒരിക്കലും ഇത്തരം സൗഹൃദത്തെ ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹത്തെ ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യരെ കാണുമ്പോൾ ആക്രമിക്കുകയും സ്നേഹമിൽ പരിസരത്തെത്തുമ്പോൾ അതാ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ഇബ്രാഹിം അധികം കുറച്ചു നേരം ആ ചെറുപ്പക്കാരനെ നോക്കി നിന്നുപോയി. ആ ചെറുപ്പക്കാരൻ നന്നായി ഇബാദത്തെടുക്കുന്നു. ആ ഇബാദത്തെടുക്കുന്ന ചെറുപ്പക്കാരനെ അല്പനേരം നോക്കി നിന്നിട്ട് പിന്നീട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം അധികം തങ്ങൾ കരയുകയാണ്. കൂടെ വന്നവർ ചോദിച്ചു, എന്തിനാണ് തങ്ങളെ കരയുന്നത്? എന്തിനാണ് കരയുന്നത്? മറ്റൊന്നുമല്ല, ഞാൻ ആ മകനെ കണ്ടതാണ് കരയാനുള്ള കാരണം. അല്ലോ മകനാണോ എന്ന് ചോദിച്ചപ്പോൾ, ആ മകനോട് ഞങ്ങൾ വിവരം പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അല്ല, ഞാൻ എല്ലാവിന്റെ മാർഗത്തിൽ ഇറങ്ങി വന്ന ഞാൻ എന്റെ പ്രിയപ്പെട്ട മകനെ കഅബ ശരീഫിന്റെ പരിസരത്ത് വെച്ച് നല്ല രീതിയിലാണ് കണ്ടതെങ്കിലും എന്റെ മനസ്സ് എന്റെ മകനെന്ന ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് ഉടക്കിപ്പോയെങ്കിൽ എന്ന ചിന്തയിൽ ഇറങ്ങി വന്ന എന്റെ യാത്രക്ക് ഒരു പോരായ്മ വന്നുവോ, ഒരു ന്യൂനത സംഭവിച്ചു പോയോ? കൂടെയുള്ള പ്രായമുള്ളവര് പറഞ്ഞു, അതൊന്നും ന്യൂനതയല്ല, അതൊരു വിഷമമല്ല, പൊന്നുമോ നല്ല ഇബാദത്തിലല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരാരെങ്കിലും വെളിപ്പെടുത്തുമെന്ന് പേടിച്ചിട്ട് ഇബ്രാഹിം അധികം തങ്ങൾ പറഞ്ഞു, ഞാൻ തന്നെ സംസാരിച്ചോളാം, നിങ്ങൾ ഇടപെടേണ്ടതില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ഇബ്രാഹിം അധികം തങ്ങൾ ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിച്ചു, മോനെ അതാ പോകല്ലേ മോനെ, എന്താണ് ഇങ്ങനെ ഇബാദത്തെടുത്ത് നിരന്തരം എല്ലാ റുക്നുൽ യമാനിയിലും റുക്നുൽ ഇറാഖിലും ഹജറുൽ അസ്വദിന്റെ ഭാഗത്തും പരിശുദ്ധമായ ഹജർ ഇസ്മായിലിലും എല്ലാ സ്ഥലത്തും പോയി പൊട്ടി കരഞ്ഞു ദ്വാരക്കുകയാണല്ലോ മോനെ, എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ ആ മകൻ പറയുന്നു, മറ്റൊന്നുമല്ല, എന്റെ ഉപ്പ ഇബ്രാഹിം അദ്ഹം എന്നവർ കാലങ്ങൾക്ക് മുമ്പ് രാജകൊട്ടാരത്തിൽ നിന്ന് സർവ്വതും ത്യജിച്ചിറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് എന്റെ ഉപ്പാനെ ഒന്ന് മുഖാമുഖം എന്നെ ഒന്ന് കാണിക്കണേ അല്ലാ എന്നാണ് ഞാൻ കരഞ്ഞു ദുആയിരുന്നതിൽ, വിലപിച്ച് കരഞ്ഞു ദുആയിരുന്നതിൽ ഏറിയ പങ്കും അതിനു വേണ്ടിയാണെന്ന് ഈ മകനങ്ങ് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ഹം തങ്ങൾ അൽഹംദുലില്ലാഹ്, അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ ഉപ്പ ഇബ്രാഹിം അദ്ഹമാണെന്ന് പരിചയപ്പെടുത്താതെ അവിടുന്ന് മാറിക്കളഞ്ഞു.
എൻ്റെ മുതഅല്ലിംകളെ, നിങ്ങൾ ഓൺലൈനിൽ പഠിച്ചവരാണ്. ഫിസിക്കലായിട്ട് ക്ലാസ് കിട്ടുന്നത് കുറഞ്ഞ സമയമാണ്. നമ്മുടെ ഖാദിസിയയിൽ ജൗഹരി ബിരുദത്തിന് വന്ന 133 വിദ്യാർത്ഥികളോട് ഞാനും പറഞ്ഞു, മക്കളെ ഇനി 4-5 മാസമാണ് നിങ്ങൾക്കുള്ളത്. വന്നപ്പോ പറഞ്ഞു, അതുകൊണ്ട് ഇനി ഒറ്റ യാത്രയും വീട്ടിലേക്ക് നിങ്ങൾ ചെയ്യണ്ട, പരമാവധി ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു മാസം കഴിയുമ്പോൾ 1.5 മാസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉദർ ബോധിപ്പിച്ച് ഉസ്താദുമാര് തോറ്റുപോകും ഉദറിന്റെ മുന്നിൽ. അത് കേട്ടാൽ നമുക്ക് തോന്നും ഇപ്പൊ ഇവനെ വണ്ടിക്കൂലി കൊടുത്ത് കൊണ്ടാക്കിയേ പറ്റൂ. അങ്ങനെ അത്യാവശ്യം വളരെ കറക്റ്റായി അവതരിപ്പിച്ച് പോകാൻ കാണിക്കുന്ന താല്പര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. മഹാനായ ശൈഖുനാ കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവിടുന്ന് ദേവബന്ദിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് പെങ്ങളുടെ കല്യാണം കുറെ ആലോചിച്ചിട്ട് ഒത്തില്ല. അവസാനം സഹോദരിയുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ വിവരം അങ്ങോട്ട് വിടുകയാണ്. കത്തവിടെ ചെല്ലാൻ കുറെ ദിവസം പിടിക്കും. ആ കത്ത് വന്നപ്പോഴേക്ക് ചിലപ്പോ കല്യാണം കഴിഞ്ഞോ എന്നറിയില്ല. എന്തായാലും ഹംസ ഉസ്താദ് തിരിച്ചെഴുതിയ കത്ത് നമ്മുടെ കൽബിലിരിക്കട്ടെ മക്കളെ. എൻ്റെ പെങ്ങൾക്ക് കല്യാണം ശരിയായി എന്നറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ കാര്യമായി ദുആയിരക്കാം. പക്ഷേ ഹംസ കല്യാണത്തിന് കൂടണമെങ്കിൽ ശഅബാൻ കഴിഞ്ഞ് വെച്ചാലേ പറ്റൂ. ഹംസ കല്യാണത്തിന് കൂടണമെങ്കിൽ എൻ്റെ ദർസ് കഴിഞ്ഞ് വരുമ്പോഴേ പറ്റൂ. കണ്ടോ, ദർസിന് വേണ്ടി ഒരു ഏകാഗ്ര മനസ്സ് കിട്ടിയപ്പോൾ അങ്ങനെ തരണം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ,